വൃത്തികെട്ടവനൊരു പാവിയുണ്ടല്ലോ, അവൻ ആരെയെങ്കിലും കുറിച്ച് നിന്റെ അടുക്കൽ വന്ന് മോശമായിട്ട് എന്തെങ്കിലും പറഞ്ഞു തന്നാ നീ വിശ്വസിക്കല്ലേ. അതിന്റെ സത്യം എന്താണെന്നറിയാതെ നീ പറഞ്ഞു പരത്തിയിട്ട് ആ പാവപ്പെട്ടവനാണെങ്കിലല്ലേ അവസാനം നീ പറഞ്ഞത് തെറ്റാണെന്ന് നിനക്ക് തോന്നുമ്പോ നിന്റെ കൈ വായിക്കകത്തിട്ട് കടിക്കേണ്ടി വരുമെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. നിനക്ക് ബോധ്യമുണ്ടാകണം, ഇന്നത് അത് ഉള്ളതാണ് എന്ന് ബോധ്യമാകാതെ നീ പറയരുത്. അങ്ങനെ ബോധ്യമായാലും പറയാൻ പാടില്ല. ഒരു മനുഷ്യൻ ചെയ്ത തെറ്റാണെങ്കിലും അത് പറയാൻ പാടില്ല. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ചരിത്രത്തിൽ കാണാം മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുക. ഒരു ദിവസം ഇശാ നമസ്കാരം കഴിഞ്ഞിട്ട് അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു തന്റെ വീട്ടിലേക്ക് നടന്നുപോയി. അന്നിത്തിരി താമസിച്ചു വീട്ടിൽ പോകാൻ. അന്നൽപ്പം താമസിച്ചു വീട്ടിൽ പോകാൻ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു ഇങ്ങനെ വീട്ടിലേക്ക് പോകുമ്പോ ഇരുട്ടത്ത് തലയിൽ തുണി ഇട്ടിട്ട് ഒരു മനുഷ്യൻ പതുങ്ങി പോകുന്ന ആ പോക്ക് കണ്ടപ്പോഴേ മനസ്സിലായി ഇതൊരു നല്ല പോക്കല്ല. അല്ലാഹുവേ, അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു ചിന്തിച്ചു, റബ്ബേ, ഉമർ രാജ്യം ഭരിക്കുമ്പോൾ ഒരുത്തം പോകുന്നു, നന്നായി ഇവനൊന്ന് പിടിക്കണമല്ലോ. ഇവൻ ആരാ? പാതിരാത്രി പതുങ്ങി പോകുന്നല്ലോ, ഇവനെ ഒന്ന് പിടിക്കണം, ഉമറിന്റെ മുന്നിൽ കൊണ്ടുപോകണം. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു പുറകെ പോയി. എവിടാ പോകുന്നേ? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ചരിത്രം പറയുന്നു അവസാനം പതുങ്ങി ആരാരുമില്ലാതെ ഒറ്റയ്ക്കിരിക്കുന്ന ഒരു വീടിന്റെ മുന്നിൽ പോയി. അബൂ തൽഹ റളിയല്ലാഹു തആല നമ്മളാണെങ്കിൽ എന്ത് ചെയ്യുന്ന ചുമ്മാ നടന്നാ മതി, ഓനെ പിടിച്ചത് എങ്ങനെ കെട്ടിട്ടിരിക്കും. എങ്കിൽ ആ മനുഷ്യൻ അല്ലാഹുവേ തലയിൽ തുണിയിട്ടിട്ട് നടന്നൊരു വീടിന്റെ മുന്നിൽ ചെന്നു. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു പുറകെ പോയി. പടച്ചവനെ പോയി നോക്കുമ്പോ ഒരു വീടിന്റെ മുന്നിൽ ചെന്നിട്ട് അനുവാദം പോലും ചോദിക്കാതെ വീടിനകത്തേക്ക് കയറുക. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു നോക്കുമ്പോ വീടിന്റെ വാതിൽ തുറന്നിട്ട് അകത്തേക്ക് കയറുമ്പോൾ വീടിനകത്ത് കത്തിച്ചു വെച്ചിരിക്കുന്ന വിളക്കിന്റെ പ്രകാശത്തിൽ ആ മനുഷ്യന്റെ മുഖം കണ്ടു. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു. രാജ്യം ഭരിക്കുന്ന ഭരണാധികാരി പാതിരാത്രിയിൽ തലയിൽ തുണിയിട്ടിട്ട് ഒരു വീട്ടിൽ കയറി പോകാം. ഇതിൽ കൂടുതൽ എന്തേ തെളിവ് വേണ്ടേ? നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? അല്ലാഹു പള്ളിയിലെ ഖത്തീബ് കാണുവാണെങ്കിൽ പെട്ടുപോയി. അല്ലാഹു ഇവിടുത്തെ ഉസ്താദ്മാരാന്നറിയില്ല. അല്ലാഹു കാക്കുമാറാകട്ടെ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കയറി പോകുന്നേ. അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിന്റെ ഹൃദയം പൊട്ടിപ്പോയി. പടച്ചവൻ ആരാ അല്ലാഹ്? ഉമറിനെ മയക്കിയെടുത്ത പെണ്ണാരാ അല്ലാഹ്? പടച്ചവനെ വീടിന്റെ വെളിയിൽ പോയി കാത്തു നിന്നു. ഇറങ്ങി വരുമ്പോ ചോദിക്കാൻ എത്ര നേരം നിന്നിട്ട് ഇറങ്ങി വരുന്നില്ല. അവസാനം നിന്ന് മടുത്തു. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു വീടിന്റെ മുന്നിൽ ഒരു അടയാളം വെച്ച് കണ്ടുപിടിക്കാൻ ഇന്ന വീടാണെന്ന് അറിയണമല്ലോ. അടയാളം വെച്ചിട്ട് വീട്ടിൽ പോയി. കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. അങ്ങനെ അവസാനം ഉറങ്ങി. അല്ലാഹുവേ, സുബ്ഹിക്ക് പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്ക് വിളിച്ചു. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വരുമ്പോ ആരാ ഇമാമത്ത് നിൽക്കുന്നത്? മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. ഇന്നലെ പാതിരാത്രി തലയിൽ തുണിയിട്ടിട്ട് അനുവാദം ചോദിക്കാതെ ഒരു പെണ്ണിന്റെ കൂരയ്ക്കകത്തേക്ക് കയറിപ്പോയ പരിസര. പുറകിൽ നിന്ന് നമസ്കരിച്ചിട്ട് നമസ്കാരം ശരിയാകുന്നില്ല, മനസ്സിന് സമാധാനമില്ല, ചോദിക്കാൻ കഴിയില്ലല്ലോ. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു സലാം വീട്ടിയിട്ട് പള്ളിക്കകത്ത് നിന്നിറങ്ങുകയാണ്. നമസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്നിറങ്ങുകയാ. അടയാളം വെച്ച വീട്ടിലേക്ക് കടന്നു പോവുകയാ. പാതിരാത്രി അടയാളം വെച്ച വീടിന്റെ മുന്നിൽ ചെന്നിട്ട് അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു സലാം പറയുകയാ. അല്ലാഹുവേ, സലാം പറയുമ്പോ വീടിനകത്തിരുന്നൊരു പെണ്ണിന്റെ ശബ്ദം കേൾക്കുകയാണ്. വീടിന്റെ വെളിയിൽ ചെന്ന് സലാം പറഞ്ഞു. സലാം അടക്കിയതൊരു പെണ്ണാണ്. പടച്ചവനെ, പെണ്ണാണെന്ന് ബോധ്യമായി. എന്നിട്ടും അബൂ തൽഹ തിരിച്ചു പോയില്ല. സത്യം എന്താണെന്നറിയണമല്ലോ. അവസാനം അല്ലാഹുവേ വീടിനകത്തേക്ക് കടന്നു ചെല്ലുമ്പോ പ്രായം ചെന്ന ഒരു കിളവി കിടക്കുകയാ. കണ്ണിന് കാഴ്ചയില്ല, ശരീരം മുഴുവനും എല്ലും തോലുമായി എഴുന്നേക്കാൻ കഴിയാതെ കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തുന്ന ഒരു പാവപ്പെട്ട ഉമ്മ കിടക്കുകയാ. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് ചോദിച്ചു, ഉമ്മ, ഇന്നലെ ഒരു മനുഷ്യൻ ഇവിടെ വന്നല്ലോ, പാതിരാത്രി ഒരു മനുഷ്യൻ ഇവിടെ വന്നല്ലോ, എന്തിനാ ഉമ്മ വന്നത്? അവിടുന്ന് പറയുന്നു, മോനെ,
എല്ലാ ദിവസവും പാതിരാത്രി വരാറുണ്ട്, എന്നെ കുളിപ്പിക്കാറുണ്ട്, എന്റെ മൂത്രവും കാശവും വാരാറുണ്ട്. അവസാനം ഭക്ഷണം വെച്ചിട്ട് ആ പൊന്നുമോനവന്റെ വായിലിട്ട് ചവച്ചരച്ചിട്ടാ എനിക്ക് ഭക്ഷണം തരുന്നത്. ആ ഉമ്മയോട് അബൂ തൽഹ തങ്ങൾ ചോദിച്ചു, ഉമ്മ ആരാണെന്നറിയുമോ? ആ വരുന്ന മനുഷ്യനാരെന്നറിയുമോ? അവിടുന്ന് പറഞ്ഞു, മോനെ എത്രയോ പ്രാവശ്യം ഞാൻ ആരാണെന്ന് ചോദിച്ച് പറഞ്ഞിട്ടില്ല. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു ആ വീടിനകത്ത് നിന്നിറങ്ങി ഓടുകയാണ്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുന്നിലേക്ക് ഓടി ചെന്നിട്ട് കെട്ടിപ്പിടിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് പറയുന്നു, ഉമറേ എനിക്ക് പൊരുത്തം തരുമോ ഉമറേ, എനിക്ക് പൊരുത്തം തരുമോ ഉമറേ? നിങ്ങളെ കുറിച്ച് മോശമായി ചിന്തിച്ചു പോയി, നിങ്ങളെ കുറിച്ച് മോശമായി ചിന്തിച്ചപോയി, എനിക്ക് പൊരുത്തം തരണേ. നിങ്ങളുടെ പൊരുത്തമില്ലെങ്കിൽ എനിക്ക് രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉമർ ഇബ്നു ഖത്താബിന്റെ കൈ പിടിച്ചിട്ട് കരഞ്ഞു എന്ന ചരിത്രം പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളോട് പറയുകയാ, അവസരം കിട്ടുന്ന സമയത്ത് മുഴുവനും മറ്റൊരു കൂടപ്പുറപ്പിന്റെ പച്ചയിറച്ചി തിന്നുന്നവരോട് എത്ര തിന്നാലും മതി വരില്ല, എത്ര ഭക്ഷണം കഴിച്ചാലും മതി വരില്ല. മറ്റുള്ളവന്റെ പച്ചയിറച്ചി തിന്നുന്നവരുണ്ടല്ലോ, പാവപ്പെട്ട ചെറുപ്പക്കാരെ കുറിച്ച് ആവശ്യമില്ലാത്തത് മുഴുവനും പറഞ്ഞു പരത്തിയിട്ട് അവനൊരു നല്ല ജീവിതം കൊടുക്കാത്ത എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട് അല്ലാഹുവേ പടച്ചവനെ സ്വാലിഹത്തായ പെണ്ണുങ്ങളെ കുറിച്ച് ആവശ്യമില്ലാത്തത് മുഴുവനും പറഞ്ഞു പരത്തിയിട്ട് നാടൻ കൊടുത്തുന്ന എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, ഇത് ചെറിയ തെറ്റാണെന്ന് നീ കരുതല്ലേ, ഇത് ചെറിയ തെറ്റാണെന്ന് കരുതല്ലേ. അല്ലാഹുവേ കള്ളു കുടിക്കുന്നവൻ അല്ലാഹു പുറത്തു കൊടുക്കും, വിഭജിച്ചവൻ അല്ലാഹു പുറത്തു കൊടുക്കും, പലിശ തിന്നവൻ അല്ലാഹു പുറത്തു കൊടുക്കും. പടച്ചറപ്പേ ശിർക്ക് ചെയ്തവന് പോലും അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് പുറത്തു കൊടുക്കും, പക്ഷേ ഒരുത്തന് പുറത്തു കൊടുക്കില്ല. ഈ നാട്ടിലെ ഏറ്റവും വലിയ വൃത്തികെട്ടവനാരെന്നറിയുമോ? ഈ നാട്ടിലെ ഏറ്റവും വലിയ വൃത്തികെട്ടവനാരെന്നറിയുമോ? മഹാനായ ഇമാമുനാ സാഫി റളിയല്ലാഹു തആല അൻഹു, സാഫി റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം പറയുകയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ വീടിനകത്തേക്ക് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകന്റെ വീടിനകത്തേക്ക് കരഞ്ഞു വിളിച്ചുകൊണ്ട് ഓടി വരികയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ വീടിനകത്തേക്ക് കരഞ്ഞുകൊണ്ട് കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ഉമറേ എന്തിനാ നീ കരയുന്നത്? ആരാ നിന്നെ വേദനിപ്പിച്ചത്? ആരാ നിന്നെ വേദനിപ്പിച്ചത്? യാ റസൂലല്ലാഹ്, ഒരു ചെറുപ്പക്കാരൻ നിന്ന് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാ. അവന്റെ കരച്ചിൽ കണ്ടിട്ട് കരഞ്ഞതാ നബിയേ. അല്ലാഹുവിന്റെ റസൂൽ അത്ഭുതമാവുകയാണ്. ആരാ ഇത് പറയുന്നത്? ഇസ്രയേലും കൈസറിനെയും വിറപ്പിച്ച ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. ശൈത്താൻ പോലും പേടിയാ. ഉമർ വരുന്ന വഴിയിലൂടെ ശപിക്കപ്പെട്ടവൻ പോലും വരില്ല. ശൈത്താൻ പോലും ഉമറെന്ന് കേട്ടാലേ പേടിയാ. ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഒരു ചെറുപ്പക്കാരന്റെ കരച്ചിൽ കണ്ടിട്ട് കരയുകയോ? അവൻ ആരാണെന്നറിയണമല്ലോ, അവനെയൊന്ന് കാണണമല്ലോ. അല്ലാഹുവിന്റെ റസൂൽ വിളിച്ചുകൊണ്ട് വരാ പറയുകയാ. അവസാനം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകന്റെ വീടിനകത്തേക്ക് വിളിച്ചുകൊണ്ട് വരികയാണ്. റസൂലുള്ളാഹി ചോദിച്ചു, ചെറുപ്പക്കാരാ എന്തിനാ മോനെ കരയുന്നത്? കരയാൻ തുടങ്ങിയിട്ട് നാളുകളായല്ലോ, എന്തേ നിന്റെ ജീവിതത്തിൽ സംഭവിച്ചത്? അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിക്കുന്നു. അവിടുന്ന് കരഞ്ഞുകൊണ്ട് പറയുന്നു, നബിയേ എന്റെ ജോലി എന്തായിരുന്നെന്നറിയുമോ? എന്റെ ജോലി എന്തായിരുന്നെന്നറിയുമോ? എന്റെ നാട്ടിൽ ആരെങ്കിലും മരണപ്പെട്ടാൽ മയ്യത്ത് കുളിപ്പിച്ച് കഫം പൊതിഞ്ഞ പള്ളികൾ കൊണ്ടുപോയി നിസ്കാരം കിടന്നിട്ട് ആരുടെ മണ്ണിനകത്തേക്ക് മയ്യത്തിറക്കി വെച്ച് മിൻഹാ ഖലഖനാകും വഫീഹാ നഈദുകും വമിൻഹാ നുഖ്രിജുകും തഅറത്തൻ ഉഖ്റാ എന്ന് പറഞ്ഞ് ഒരുപിടി മൂന്ന് പിടി മണ്ണ് വാരി ആ കബറിൽ കിടക്കുന്ന മനുഷ്യന്റെ നെഞ്ചത്തിട്ടിട്ട് എല്ലാവരും മടങ്ങി പോകുമ്പോ അവസാനം പോകുന്നത് ഞാനാ നബിയേ. മയ്യത്തിനോടുള്ള സ്നേഹം കൊണ്ടല്ല,
കാരണം എന്തെന്നറിയുമോ? അവസാനം പോകാനുള്ള കാരണം എന്താ? ആ ഖബറ് തിരിച്ചറിയുന്നതിന് വേണ്ടി ഒരു അടയാളം വെക്കുകയാണ്. ആ ഖബറിന്റെ മുകളില് തിരിച്ചറിയാനുള്ള അടയാളം വെച്ചിട്ട് വീട്ടിലേക്ക് പിരിഞ്ഞു പോവുകയാണ്. പാതിരാത്രി തന്റെ നാട്ടുകാർ മുഴുവനും ഉറങ്ങിക്കഴിയുന്നു. മണ്ണ് കുഴിക്കുന്ന ആയുധമെടുത്തുകൊണ്ട് അടയാളം വെച്ച ഖബറിന്റെ ചാരത്ത് പാതിരാത്രിയിൽ പള്ളിക്കാറ്റിലേക്ക് കടന്നു ചെന്നിട്ട് പച്ചമണ്ണ് വെട്ടിമാറ്റുകയോ അല്ലാഹുവേ പലകയെടുത്ത് മാറ്റുകയോ എന്നിട്ട് ഖബറിനകത്ത് ഇറങ്ങിയിട്ട് ആ മനുഷ്യന്റെ ശരീരത്തെ ധരിപ്പിച്ചിരിക്കുന്ന കഫൻ തുണിയുണ്ടല്ലോ, ആ മനുഷ്യനെ പൊതിഞ്ഞിരിക്കുന്ന കഫൻ തുണിയുണ്ടല്ലോ, ഓരോന്നായി അടിച്ചെടുക്കുകയോ മയ്യത്തിന്റെ കഫൻ തുണി മോട്ടിക്കുന്ന കള്ളരാരബിയേ അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയോ എന്റെ നാട്ടിൽ കിടക്കുന്ന ഖബർസ്ഥാനിൽ കിടക്കുന്ന മയ്യത്തുകളെ നഗ്നരാരബിയേ അവരുടെ ഔറത്ത് പോലും മറച്ചിട്ടില്ല നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലിരുന്ന് പറയുമ്പോ റസൂലുള്ളാഹി പറഞ്ഞു, അല്ലാഹു നിനക്ക് പുറത്തു തരും ചെറുപ്പക്കാരാ. പക്ഷേ കരച്ചിൽ തീരുന്നില്ല, തലയിലൂടെ മണ്ണ് വാരിയിടുകയാ. എന്നിട്ട് വീടിനകത്തിരുന്ന് മുഖം പൊത്തിപ്പിടിച്ചിരുന്ന് കരയുകയാണ്. റസൂലുള്ളാഹി ചോദിച്ചു, എന്തിനാണ് നബിയേ? എന്നെക്കാളും ഒരു പാപി ഈ ദുനിയാവിലില്ല, എന്നെ പോലെ പാപം ചെയ്ത ഒരു മനുഷ്യനും ഈ പ്രപഞ്ചത്തിലില്ല. അത്ര വലിയ പാപിയാരബിയേ, അത്ര വലിയ പാപിയാരബിയേ. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, എന്ത് പാപമാ? അത്രയ്ക്ക് വലിയ കൊടുംപാപമെന്താ യാ റസൂലല്ലാഹ്? എന്റെ നാട്ടിലെ കാണാനടകുള്ള ഒരു സുന്ദരിയായ ചെറുപ്പക്കാരിയായ പെണ്ണ് മരിച്ചു നബിയേ. യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നുപോയ സുന്ദരിയായ പെണ്ണ്, ആ പെണ്ണിന്റെ മയ്യത്ത് കൊണ്ടുപോയി ഖബറടക്കുകയാണ്. അടയാളം വെച്ച് പിരിഞ്ഞുപോയി. പാതിരാത്രി രണ്ടാമതും ഖബറിന്റെ ചാരത്ത് ചെന്ന് മണ്ണ് വെട്ടി മാറ്റി ഖബറിനകത്തിറങ്ങി. ആ പെണ്ണിന്റെ ശരീരത്തെ ധരിപ്പിച്ചിരിക്കുന്ന കഫൻ തുണികൾ ഓരോന്നായി അഴിക്കുകയോ അടിച്ചു മാറ്റിയിട്ട് പലക നിരത്തി മണ്ണ് വാരിയിട്ടിട്ട് മീസാൻ കല്ലുകൾ നിരത്തി വെച്ചിരിക്കുന്ന മൈലാഞ്ചി ചെടികളുള്ള ആത്മാക്കളുടെ ലോകമായ ഖബർസ്ഥാനിലൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ്. കുറച്ചൊന്ന് മുന്നോട്ട് നടന്നു കഴിഞ്ഞപ്പോ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, യാ റസൂലല്ലാഹ്, ആ പെണ്ണിന്റെ മയ്യത്തിന് ഞാൻ ഖബറിനകത്തിട്ട് വ്യഭിചരിച്ചു നബിയേ. ഖത്താബുതങ്ങളെ ബോധം കെട്ട് വീടുപോയി. റസൂലുള്ളാഹിന്റെ കൈകാല് വിറക്കുകയോ കണ്ണ് നിറഞ്ഞിട്ട് താളിരോണത്തിലൂടെ കണ്ണുനീരൊഴുകുകയാണ്. റസൂലുള്ളാഹിന്റെ ശരീരം തളർന്നുപോയി. കാരണം മയ്യത്തിന് വ്യഭിചരിച്ചവരാ, ഖബറിനകത്ത് കിടന്ന് വ്യഭിചരിച്ചവരോ. അല്ലാഹുവിന്റെ റസൂലിനോട് ഈ ചെറുപ്പക്കാരൻ ചോദിച്ചു, നബിയേ ഫഹല്ലി മിനത് തൗബ, അല്ലാഹു എനിക്ക് പുറത്തു തരുമോ നബിയേ? റസൂലുള്ളാഹി പറഞ്ഞു, കരയടാ മോനെ. പാതിരാത്രി എഴുന്നേറ്റ് സുജൂദിൽ കിടന്ന പടച്ച റബ്ബിന്റെ മുന്നിൽ കരഞ്ഞ് തൗബ ചെയ്തു. അല്ലാഹു നിനക്ക് പുറത്തു തരുമെന്ന് പറഞ്ഞു വിടുമ്പോ മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ബോധം വന്നപ്പോ അവിടുന്ന് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിനെ പുറത്തു കൊടുക്കുവോ നബിയേ? അല്ലാഹ് ഇവനെ പുറത്തു കൊടുക്കുവോ നബിയേ? റസൂലുള്ളാഹി പറഞ്ഞു, ഉമറേ, ഇവന് പുറത്തു കൊടുക്കും, ഇവൻ അല്ലാഹു പുറത്തു കൊടുക്കും. പക്ഷേ ഒരുത്തനെ പുറത്തു കൊടുക്കൂല. മറ്റുള്ളവന്റെ പച്ചയിറച്ചി തിന്നുന്നവനുണ്ടല്ലോ, ഒരു മനുഷ്യനെ നാണം കെടുത്തിയിട്ട് നീ കഅബയിൽ പോയിട്ട് കാര്യമില്ല, ഹജ്ജിന് പോയിട്ട് കാര്യമില്ല, ഉംറയും ചെയ്തിട്ട് കാര്യമില്ല, ഒരു പാവപ്പെട്ടവന്റെ ജീവിതം തകർത്തിട്ട് പള്ളിക്ക് പൈസ കൊടുത്തിട്ട് കാര്യമില്ല. ആ മനുഷ്യന്റെ പൊരുത്തം ചോദിക്കാതെ നിനക്ക് രക്ഷയില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. വല്ലാത്ത പാവ, കള്ളു കുടിച്ച അത് അള്ളാഹുമായിട്ട് ബന്ധപ്പെട്ട വിഷയം. കരഞ്ഞ റബ്ബേ എനിക്ക് പുറത്തു തരണമെന്ന് വെച്ചാൽ അള്ളാഹ് പുറത്തു കൊടുക്കും. കാരണം അള്ളാഹുമായി ബന്ധപ്പെട്ട വിഷയം. വ്യഭിചരിച്ചു, അല്ലാഹു സയ്യിദ് അവറുകൾക്ക് ആഫിയത്തും ദീർഘായുസ്സും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ.
അള്ളാഹു ആഫിയത്തും ദീർഘായുസും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. മരിക്കുവോളം അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ ദഅവത്ത് ചെയ്യാൻ അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കയ്യിലൊന്നും പിടിച്ച് ബുദ്ധിമുട്ടിക്കരുത്. പ്രായമുള്ളവരെ നിങ്ങളൊക്കെ ദുആ ചെയ്താൽ മതി ഇൻഷാ അല്ലാഹ്. ചെയ്തവരുകളെ ശല്യപ്പെടുത്തരുത്. അതൊരു അദബ് കേടാ ഇൻഷാ അല്ലാഹ്. അള്ളാഹു ദീർഘായുസ് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും ഇൻഷാ അല്ലാഹ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അതുകൊണ്ട് അത് നിസ്സാരമായ തെറ്റല്ല. മനുഷ്യനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മനുഷ്യന്മാര് തമ്മിൽ തീർക്കണം. മനുഷ്യന്മാരുമായി ബന്ധപ്പെട്ട വിഷയം എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നിങ്ങൾ ആരെയെങ്കിലും കുറിച്ച് ഞാൻ മോശമായിട്ട് എന്തെങ്കിലും പറഞ്ഞു നിങ്ങളെ നാണം കെടുത്തിയിട്ട് ഞാൻ എത്ര ദുആ ചെയ്തിട്ടും കാര്യമില്ല. ആദ്യം നിങ്ങളോട് തന്നെ ഞാൻ പൊരുത്തം ചോദിക്കണം. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് പുറത്തു തരുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട്, ഒരു മനുഷ്യൻ ചെയ്ത തെറ്റാണെങ്കിലും പറയാൻ പാടില്ല. ഒരു മനുഷ്യൻ ചെയ്ത തെറ്റാണെങ്കിൽ ഉസ്താദ് അവൻ ചെയ്തതല്ലേ പറയാൻ നിനക്കെന്ത് അവകാശമല്ലേ? എന്തവകാശമാണ് നമുക്കുള്ളത്? ഞാൻ ചോദിക്കട്ടെ, ഈ നാട്ടിലെ ഒരു ചെറുപ്പക്കാരൻ അവൻ ഒരു കള്ളക്കേസിൽ കുടുങ്ങി ഒരു പെണ്ണിന്റെ വീട്ടിൽ നിന്ന് പാതിരാത്രി പിടിച്ചു എന്ന് സങ്കല്പിക്കാം. ഈ നാട്ടിലുള്ള ഏതെങ്കിലും ഒരു പെണ്ണിന്റെ വീട്ടിൽ നിന്നൊരു ചെറുപ്പക്കാരനെ പിടിച്ചു, നാട്ടുകാർ മുഴുവനും അറിഞ്ഞു. അവസാനം അവന്റെ മനസ്സിൽ തോന്നി, അള്ളാഹുവേ ഞാൻ ചെയ്തത് തെറ്റാണല്ലോ, അല്ലാഹ് പുറത്തു തരണേ എന്ന് തൗബ ചെയ്തിട്ട് അവൻ നന്നായി. ചെയ്ത തെറ്റ് റബ്ബിന്റെ മുന്നിൽ ഏറ്റു പറഞ്ഞിട്ട് അവൻ തൗബ ചെയ്ത് നന്നായി. പിന്നെ അവനെ കാണുമ്പോ ആരെങ്കിലും അത് പറഞ്ഞിട്ട് കളിയാക്കിയാ കിട്ടുന്ന ശിക്ഷ എന്തെന്നറിയോ? എന്റെ ചെറുപ്പക്കാരോട്, എന്റെ വാപ്പമാരോട്, എന്റെ ഉമ്മമാരോട് പറയാ, പിന്നെ ആ ചെറുപ്പക്കാരനെ കാണുമ്പോ നിങ്ങൾ ആരെങ്കിലും കളിയാക്കിയ മരിക്കുന്നതിന് മുമ്പ് നീയും ആ തെറ്റ് ചെയ്തിട്ടേ മരിക്കൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. നിന്നെയും തെങ്ങി കെട്ടിയിടും മോനെ ഒരു ദിവസം. നാട്ടുകാര് പിടിച്ചിട്ട് ഓനെ തല്ലിയതേ ഉള്ളെങ്കിൽ നിന്നെ തെങ്ങിൽ കെട്ടിയിട്ട് 4 പേരുടെ മുന്നിൽ നീ നാറ്റിച്ച 40 പേരുടെ മുന്നിൽ നിന്നെയും നാറ്റിക്കും. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ആമീൻ പറയാൻ ഇത്തിരി മടിയന്തേ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അതുകൊണ്ട് വെറുതെ വേലിയിലിരിക്കണതെടുത്ത് തോളി വെക്കാൻ പാടില്ല. ഞാൻ പറഞ്ഞതിനർത്ഥം, അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂല് സ്വർഗത്തിലേക്ക് പോകാനുള്ള ഒന്നാമത്തെ വഴി സംസാരിച്ചാ നിന്റെ നാവിനെ സൂക്ഷിക്ക്, കള്ളം പറയല്ലേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. 10 മണി കഴിഞ്ഞു. നിർത്താറായോ? പിരിവല്ലോ ഉണ്ടോ? ഇപ്പൊ ആര് സംഘാടക പിരിവല്ലോ ഉണ്ടോ? സംഘാടകരൊന്നും ഇല്ല, എല്ലാ മലക്കളും. ഒന്നുമില്ല, മൈക്ക് സെറ്റുകാരൻ എന്തെങ്കിലും കൊടുത്താൽ മതി, അത്രേ ഉള്ളൂ. അള്ളാഹു ബർക്കത്തിക്കുമാറാകട്ടെ. വേറെ ആവശ്യമൊന്നുമില്ല. 2 ദിവസത്തെ വയല്, ഈ വയല് കഴിയുമ്പോ മൈക്ക് സെറ്റുകാരനെ സന്തോഷത്തോടെ പറഞ്ഞു വിടണം. ഇൻഷാ അല്ലാഹ് പറഞ്ഞു വിടൂല്ലേ? എങ്ങനെ കൈ പിടിച്ചിട്ട് ദുആ ചെയ്യണം, അള്ളാഹു ബർക്കത്തിയുന്നല്ല. അവന്റെ കൈ പിടിച്ചിട്ട് നിനക്ക് അള്ളാഹു കച്ചവടത്തി ബർക്കത്തിയും നിന്റെ മാതാപിതാക്കളെ എന്നല്ല, അവന് കൊടുക്കാനുള്ളത് കൊടുത്തു വിടണം. ഇൻഷാ അല്ലാഹ് എന്തെങ്കിലുമൊക്കെ കൊടുക്കൂലേ? എന്തെങ്കിലും കൊടുക്കൂലേ? മനുഷ്യന്മാരെ കൊടുക്കൂലേ? അള്ളാഹു ഖൈറും ബർക്കത്തും ചൊരിയുമാറാകട്ടെ. ബർക്കത്ത് വേണമെന്ന് ആഗ്രഹമുള്ളവർ പെട്ടെന്ന് കൈവക്കും. ബർക്കത്ത് വേണമെന്ന് ആഗ്രഹമുള്ളവര്. കൈവക്കാത്ത വാപ്പായ്ക്ക് അറിയത്തില്ല ബർക്കത്ത് എന്താണെന്ന്. വാപ്പ അനുഭവിക്കുന്നത് തന്നെയാ. എല്ലാം ഉണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ ഒരു സഹാബി വന്നിട്ട് പറഞ്ഞു, നബിയേ, വീടുണ്ട്, പൈസ ഉണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷെ സമാധാനം മാത്രമില്ല. പണം ഇഷ്ടം പോലെ ഉണ്ട്, തിന്നാനുള്ള യോഗമില്ല, വയറ് നിറയണില്ല തിന്നിട്ട്. വീട് കൊട്ടാരം പോലെ പണിതിട്ടുണ്ട്, പക്ഷെ വീട്ടിൽ പോയി കിടന്ന ഉറക്കം വരണില്ല നബിയെ. ഭാര്യയും കൊണ്ട് കൂടെ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ കഴിയണില്ല, മക്കള് കൂടെയുണ്ട്, സന്തോഷമില്ല. ബർക്കത്തില്ലെങ്കിൽ ജീവിതം നാശമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ബർക്കത്ത് കിട്ടാനുള്ള ഒന്നാമത്തെ വഴി സുബഹി കഴിഞ്ഞ് ഉറങ്ങല്ലേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. എന്ത് ചെയ്യരുത്? സുബഹി കഴിഞ്ഞ് ഉറങ്ങരുത്. നല്ല സമയം ഉറങ്ങാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന സമയം, നല്ല രസമുള്ള സമയം സുബഹി കഴിഞ്ഞിട്ട് ഇശ്റാഖ് വരെ, സൂര്യൻ ഉദിക്കുന്നത് വരെ ഉറങ്ങാൻ പാടില്ല. ഉറങ്ങിയ ജീവിതത്തിലെ ബർക്കത്ത് നഷ്ടപ്പെട്ടു പോകും. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിനുശേഷം ഉറങ്ങട്ടെ. നിസ്കാരം കഴിഞ്ഞിട്ട് ഉറങ്ങാൻ പാടില്ല എന്നപ്പോ. സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പാടില്ല? ഉറങ്ങാൻ പാടില്ല. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, 4 കാര്യം ഏത് ഭവനത്തിലുണ്ടോ ആ ഭവനത്തിൽ ബർക്കത്ത് ഉണ്ടാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. 4 കാര്യം ഇരിക്കണ കാക്കാമാര് നിങ്ങളുടെ വീട്ടിലുണ്ടോ, നീ രക്ഷപ്പെട്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഒരു 4 കാര്യം പറയാം. ഒന്ന് ശ്രദ്ധിച്ചൂടെ? പേടിച്ചു വെച്ചാൽ മതി. ഇല്ലെങ്കിൽ
ഇല്ലെങ്കിൽ മേടിച്ചു വെച്ചാൽ മതി, അല്ലാതെ കഷ്ടപ്പെടാനുള്ള കാര്യമൊന്നുമില്ല. അല്ല നേരെ ഇരി, നേരെ ഇരി, അതായത് നേരെ ഇരിക്കും മനുഷ്യന്മാരെ, ആരോഗ്യത്തോടെ ഇരി. എന്തിങ്ങനെ ഒടിഞ്ഞു തൂങ്ങിയിരുന്ന മലക്ക് ചവിട്ടി തറയിലിടത്തില്ല. നേരെ ഇരി. ഒന്ന് ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്. അർബഅത്തുൻ ഫിദ്ദാരി ഫീഹിന്ന ബറക. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഒന്ന്, നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ ആടിനെ വളർത്തുന്നുണ്ടെങ്കിൽ നിന്റെ വീട്ടിൽ ബറക്കത്തുണ്ടാകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇതിനെ വളർത്തിയ ഉറക്കെ പറഞ്ഞോ. ആരുടെയെങ്കിലും വീട്ടിലുണ്ടോ? ഒന്ന് കൈപൊക്കിക്ക്, കാണാനുള്ള കൊതി കൊണ്ട. എല്ലാവരുടെ വീട്ടിലും ടി വി ഇല്ലേ? ടി വി ഇല്ലേ? കൈ വെക്കണ്ട. എനിക്ക് നാണം കെടാൻ വയ്യ. ബറക്കത്ത് 2 എണ്ണം ഉണ്ട് സ്ഥാതെ. ഓരോ വീട്ടില് ബെഡിന്റെ എത്രയുണ്ട്, ഇത്രയും നീളവാ. ചെറുതിലും കണ്ടാ പോരാ, അത്രയും നീളം അല്ലേ? വീട്ടില് ആടിനെ വളർത്തണം. ആട് ബറക്കത്തുള്ള ജീവിയ. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആടിനെ വളർത്തിയ ക്ഷമ കിട്ടുന്ന എല്ലാ പ്രവാചകന്മാരും ആടിനെ മെച്ചവരാ. എല്ലാ പ്രവാചകന്മാരും ആടിനെ മെച്ചവർ. ആട് മെക്കാത്ത ഒരു പ്രവാചകനില്ല. ക്ഷമ. അതുകൊണ്ട് കാട്ടറബിയുടെ ആടിനെ മെക്കാൻ പോയിട്ട് വരുന്നവർ കിട്ടും. നല്ല ക്ഷമയാ. ഓണത്തിനെ പിടിച്ച് ഇവിടെ കൊണ്ടുവിടും, അടുത്ത് അങ്ങോട്ട് പോകും, അതിനെ പിടിച്ചിങ്ങോട്ട് അങ്ങോട്ട് പോകും. പടച്ചൻ എന്ത് ചെയ്യാൻ? അതെല്ലാം പറ്റുമോ? കൊല്ലാൻ പറ്റുമൊന്നുമില്ല. ആട് വളർത്ത്. ആടിനെ വീട്ടിൽ വളർത്തത് ബർക്കത്താണ്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 2 നിന്റെ വീട്ടിൽ കോഴിയെ വളർത്ത്, ബർക്കത്തുണ്ടാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഇതിനെ വളർത്തിയ കോഴി ലക്ഷങ്ങൾ കൊണ്ട് കെട്ടിയിട്ടിരിക്കണത് കോഴി കാഷ്ടിക്കാനല്ല, വേറെ ഇങ്ങടെ വീട്ടിൽ കൊണ്ട് നിർത്തുന്ന പെണ്ണുപിള്ള പറയും. വീട്ടിൽ കോഴിയെ വളർത്തണം. അതെങ്ങനെ തിന്നാൻ മാത്രമല്ലേ അറിയൂ. ഇപ്പൊ പിന്നെ ടാക്സ് ഒന്നും ഇല്ലല്ലോ കോഴിക്കില്ലേ, അങ്ങനത്തെ കാലല്ലേ. കോഴിയെ വളർത്തണം വീട്ടിൽ. കോഴി ഒരു ബർക്കത്തുള്ള ജീവിയാ. അതുകൊണ്ടാണ് കോഴിയെ കൊണ്ടുള്ള ഒരു ഉപയോഗം ഞാൻ പറയാം. ഒരേ ഒരു ഉപയോഗം ഞാൻ പറയാം ഇല്ലേ. ചില ആൾക്കാര് കണ്ണേറെന്ന് പറയുന്നത് സത്യവാ. ചില ആൾക്കാര് പറഞ്ഞ അറം പറ്റിക്കളയും. അറം വീടിന്റെ മുന്നിൽ നല്ല ഒരു വാഴ കൊലച്ചിങ്ങനെ നിക്ക. അപ്പോഴാ ഒരു ഉമ്മാമ റോഡിൽ കൂടെ പോണത്. എന്നാ കൊലയാ അല്ല ഇത്. ഒരൊറ്റ പറച്ചില. വൈകുന്നേരം നോക്കുമ്പോ അതാ കിടക്കണത് ആടെ. സുബ്ഹാനല്ലാഹ്. പിന്നെ വാഴ നിന്നതിന്റെ അസറ് പോലും കാണൂല. കരിഞ്ഞു പൊക്കളയും ചില ആൾക്കാർ. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ചിലരുടെ നാവിന്റെ കാര്യമാണ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അതുകൊണ്ട് വീട്ടില് കോഴിയെ വളർത്തിയ കണ്ണേറ് വലിക്കൂല എന്നാണ്. അയൽവാസിയുടെ ഒക്കെ ശാപവും കണ്ണേറൊക്കെ. വീട്ടിൽ കോഴിയെ വളർത്തും. അപ്പൊ അതൊക്കെ ഉണ്ടോ? ഇല്ലേ? അതല്ല. വീട്ടിൽ കോഴിയെ വളർത്ത് ബർക്കത്തുണ്ടാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. 3 പെണ്ണുങ്ങളൊക്കെ ഉണ്ടല്ലോ വയലേക്കാൻ. 3 ആരുടെ വീട്ടിലാണോ ആട്ടുകല്ലുള്ളത് ആ വീട്ടിൽ ബർക്കത്തുണ്ടാവും. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആട്ടുകല്ല് അറിയില്ലേ? ഈ മിക്സിയുടെ ജോലി ചെയ്യുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അതിനെന്താ ഇവിടെ പറയാ? ഒരാള് അമ്മി. അപ്പൊ ഇങ്ങനെ ആക്കുന്നതിന് എന്താ പറയാ? എന്തായാലും ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ, വേറൊന്നും പറയണ്ട. നമ്മൾ ഇങ്ങനെ ആട്ടും. പണ്ട് അരിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഉമ്മമാര് കൈ കണ്ട് ആട്ടുന്നൊരു സാധനം, മനസ്സിലായല്ലോ? അത് ഏത് വീട്ടിലുണ്ടോ ആ വീട്ടിൽ ബർക്കത്തുണ്ടോ. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആരുടെയെങ്കിലും വീട്ടിലുണ്ടോ? പെണ്ണുങ്ങൾ അവിടെ നിന്ന് പറയാം, അങ്ങാർക്കത് പറഞ്ഞിട്ടങ്ങ് പോകാം, പാട് ഞങ്ങൾക്കല്ലേ അറിയൂ. അല്ലെങ്കിലും തിന്നുന്നത് അതും പാടാ. പെണ്ണുങ്ങൾക്കെല്ലാം പാടാ. എന്റെ പ്രിയമുള്ളവർ, ഈ ഹദീസ് പഠിപ്പിക്കുന്നത് വന്ന വഴി മറക്കരുത്. അതാ കൊട്ടാരം പോലെയുള്ള വീട് വെക്കുമ്പോ അടുക്കളയിൽ ഒരു അമ്മി വെക്കാന്ന് വെച്ചാൽ അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമില്ലേ. വന്ന വഴി മറക്കരുത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 4 മണ്ണ് കൊണ്ടുണ്ടാക്കിയ കറിച്ചട്ടി. മണ്ണ് കൊണ്ടുണ്ടാക്കിയ ഒരു കറിച്ചട്ടി നമ്മുടെ ഭവനത്തിൽ വേണം. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കാണൂല, കാരണം ചോറ് വെക്കുന്നത് ഇപ്പൊ പെണ്ണുങ്ങൾ കരണ്ടില്ല. ഇവിടെ ഉണ്ടെങ്കിൽ വലിയ ഭാഗ്യം, ഇവിടെ ഉണ്ടെങ്കിൽ രക്ഷപ്പെട്ടു. എന്റെ പ്രിയമുള്ളവരാ, ചോറ് വെക്കുന്നത് തന്നെ ഇന്ന് കരണ്ടില്ല. അങ്ങനത്തെ അവസ്ഥയിലേക്ക് കാലം മാറിയിരിക്കുന്നു. അള്ളാഹു നമുക്ക് ഖൈറും ബർക്കത്തും ചൊരിയുമാറാകട്ടെ. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ 4 കാര്യം. അപ്പൊ 1, ഈ 4 കാര്യം വീട്ടിൽ വാങ്ങി വെക്കുക. സുബഹിക്ക് ശേഷം ഉറങ്ങരുത്. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഒരു വാപ്പയ്ക്ക് അള്ളാഹു ഖൈറും ബർക്കത്തും ചൊരിയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഒരു വാപ്പയ്ക്ക് അള്ളാഹു ഖൈറും ബർക്കത്തും ചൊരിയും. ഏത് വാപ്പയെന്നറിയോ? അങ്ങോട്ട് നോക്ക്. ഏത് വാപ്പയെന്നറിയോ? തന്റെ മക്കളെ തല്ലാൻ വീട്ടിൽ ഒരു വടി വെട്ടി വെച്ചിരിക്കുന്ന വാപ്പയ്ക്ക് അള്ളാഹു ബർക്കത്ത് ചെയ്യുമെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ. മക്കളെ നേരെയാക്കാൻ വീട്ടിൽ ഒരു വടി വെട്ടി വെക്കണോന്നാണ്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെ ഒരു വടി ആരുടെയെങ്കിലും വീട്ടിലുണ്ടോ? ഇല്ലെങ്കിൽ പോകുമ്പോ ഒരു
പേരയ്ക്ക കമ്പെങ്കിലും വെട്ടിട്ട് ഒരു കാപ്പി കമ്പലും കെട്ടി വീട്ടിൽ വെട്ടിവെക്കണം. മക്കളെ നന്നാക്കാൻ വെട്ടിവെക്കണം. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ, അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അതുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, അള്ളാഹുവിന്റെ റസൂൽ അവിടുന്ന് പറഞ്ഞു കൊടുത്തു, റബിയാ സംസാരിച്ചാൽ കള്ളം പറയല്ലേ റബിയാ, സംസാരിച്ചാൽ കള്ളം പറയല്ലേ റബിയാ. രണ്ടാമതായിട്ട് അല്ലാഹുവിന്റെ പ്രവാചകന് അവിടുന്ന് പറഞ്ഞു കൊടുത്തു, റബിയാ ഉസ്താദിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുകയാണ്, ഏ റബിയാ ആരെയും ചതിക്കല്ലേ റബിയാ, വഞ്ചന കാണിക്കല്ലേ റബിയാ, വിശ്വാസ വഞ്ചന കാണിക്കല്ലേ, കൂടെ നിന്നിട്ട് ചതിക്കല്ലേ റബിയാ. അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, എന്റെ പ്രിയമുള്ളവരെ, ചതിയും വഞ്ചനയുമായി കഴിയുന്നവരുണ്ടല്ലോ, കൂടെ നിന്ന് കൂടപ്പിറപ്പിനെ പോലെ, ആത്മാർത്ഥ സുഹൃത്തിനെ പോലെ കൂടെ നിന്നിട്ട് ചതിക്കുന്നവരുണ്ടല്ലോ. അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്ന സഹാബ, നാളെ പടച്ചവന്റെ പരലോകത്ത് എല്ലാവരും നിൽക്കുമ്പോ ഒരു വിഭാഗം ജനങ്ങളെ കബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരികയാ. അവരുടെ കോലം എങ്ങനെയെന്നറിയുമോ? അവരുടെ പിന്താരങ്ങളിൽ വലിയ വലിയ കൊടികുത്തി വെച്ചിരിക്കുകയാണ്, വലിയ വലിയ കൊടികുത്തി വെച്ചിരിക്കുകയാണ്. നടക്കാൻ കഴിയാതെ മലതാരത്തിൽ കൊടിയും വെച്ചുകൊണ്ട് ഇടഞ്ഞിടന്നൊരു വിഭാഗം നാളെ നടന്നു വരും. എല്ലാവരും അത്ഭുതത്തോടെ നോക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകനോട് സഹാബത്ത് ചോദിച്ചു, ആ റസൂലല്ലാഹ്, ഈ വൃത്തികെട്ടവരാരാ നബിയേ? മലതാരത്തിൽ കൊടികുത്തി വെച്ച് കൊണ്ടുവരുന്ന ഈ വൃത്തികെട്ടവരാരെന്ന് ചോദിക്കുമ്പോ അവിടെന്ന് പറയുന്നു, സഹാബ അത് ചതിയന്മാരാ, അവര് നാളെ പരലോകത്ത് വരുന്നത് ഇങ്ങനെയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ മലദ്വാരത്തിൽ പിന്താരത്തിൽ കൊടിയും വെച്ചിട്ട് വരണ ചില മഹാന്മാര്. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ചതിച്ചതിനനുസരിച്ച് കൊടിയുടെ നീളം കൂടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. പള്ളിയുടെ മിനാരമൊക്കെ നമ്മുടെ കൊടിയുടെ മുന്നിൽ തോറ്റുപോകും, എവറസ്റ്റ് കൊടി പോലും നമ്മുടെ മുന്നിൽ. കാരണം അത്രയ്ക്കും ചതിയും വഞ്ചനയും കാണിച്ചിട്ടുണ്ട്. അള്ളാഹു നമുക്ക് പുറത്തൊരുമാറാകട്ടെ, അള്ളാഹു പുറത്തൊരുമാറാകട്ടെ. നല്ല പരിപാടിയാ. അടി കൊള്ളുന്നത് ചെണ്ട, പണം വാങ്ങുന്നത് മാരാര്. വഴുതു പറയുന്നവന് ചൂടുവെള്ളം, കേൾക്കാൻ വന്നവർക്ക് കാപ്പിയും കടിയും. ഇങ്ങനെ വഴുതു പറയാൻ വന്നവന് ചൂടുവെള്ളം, കുഴപ്പമില്ല. അള്ളാഹു ഹൗദുൽ കൗസർ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, അള്ളാഹു ഹൗദുൽ കൗസർ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ചതിയും വഞ്ചനയും കാണിക്കാൻ പാടില്ല, കൂടെ നിന്നിട്ട് ചതിക്കാൻ പാടില്ല. അങ്ങനെ സ്വഭാവം, വഞ്ചന. അല്ലാഹുവേ പടച്ചോനെ, ഇന്നിപ്പോ ഏറ്റവും കൂടുതൽ ചതിയും വഞ്ചനയും നടക്കുന്നത്. ഇങ്ങോട്ട് വരുമ്പോഴൊരു ഒരു ചെറുപ്പക്കാരൻ, ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു, ഉസ്താദേ, എന്റെ അയൽവാസിയായ ഒരു പെണ്ണ് 3 വയസ്സുള്ള ഒരു കുഞ്ഞിനെയും കളഞ്ഞിട്ട് ഒരുത്തൻ്റെ കൂടെ ഇറങ്ങിപ്പോയി ഉസ്താദ്. 3 ഭർത്താവ് ഗൾഫിൽ എങ്ങണ്ടായിരുന്നു, പാവപ്പെട്ടവൻ. 3 വയസ്സുള്ള കുഞ്ഞിനെയും കളഞ്ഞിട്ട് ഒരുത്തൻ്റെ കൂടെ ഇറങ്ങിപ്പോയി ഉസ്താദേ. ഭർത്താവ് യാചിക്ക, ഈ കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടിട്ട് സഹിക്കാൻ പറ്റാതെ യാചിക്ക. പെണ്ണിനോട് പറഞ്ഞു, ഒന്ന് വാ. അവള് വരൂല. എന്റെ പ്രിയമുള്ളവരെ, കുടുംബജീവിതത്തിൽ നിന്ന് ചതിയും വഞ്ചനയും വല്ലാതെ വർദ്ധിക്കുന്ന കാലം അല്ലേ? അല്ലാഹുവേ പടച്ചോനെ, ഇന്ന് വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ എടുക്കുമ്പോ ഇന്നത്തെ മുസ്ലിം പെൺകുട്ടികളുടെ അവസ്ഥ, രാവിലെ പാപ്പയോട് സലാമൊക്കെ പറഞ്ഞു, അല്ലാ എന്ത് സ്നേഹത്തോടാ പോണെ, വൈകിട്ട് കാണുന്നില്ല, തെരയുമ്പോ അറിയുന്നു പോയെന്ന്, തെരയുമ്പോ അറിയുന്നു പോയെന്ന്. അല്ലാഹുവേ, നമ്മുടെ പെമ്മക്കൾ എന്ത് പറ്റി? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, തലശ്ശേരി കോടതിയുടെ മുന്നിൽ നടന്ന ഒരു വീഡിയോ കാണാനുണ്ട്. കാമുകന്റെ കൂടെ 60 വയസ്സുള്ള പൊന്നുമോൾ ഇറങ്ങിപ്പോകുമ്പോ വാപ്പയും ഉമ്മയും കൂടപ്പുറപ്പം കിടന്ന് യാചിക്കുന്നു, മോളെ പോകല്ലേ കിടന്ന് യാചിക്കാം. വാപ്പയുടെയും ഉമ്മയുടെയും കരച്ചിലിന് എന്ത് വരാ? കാമുകന്റെ കൂടെ വണ്ടിക്കകത്ത് കയറിയിരുന്ന് സെൽഫി എടുത്ത് ഫേസ്ബുക്കിലിടുന്ന മക്കൾ. കുഴപ്പമില്ല മക്കളെ, നിങ്ങൾ കുടിച്ചോ, സന്തോഷം, അൽഹംദുലില്ലാ. എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ഇന്നത്തെ യുവതലമുറയുടെ അവസ്ഥ ഇത്. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അതെങ്ങനാ? മക്കളെ കുറ്റം പറയൂല. ഞാൻ ചെറുപ്പക്കാര് ഒളിച്ചോടുന്ന പെണ്ണുങ്ങളെ എന്ന് ഞാൻ കുറ്റം പറയാൻ നിൽക്കൂല. ഒളിച്ചോടുന്ന പെണ്ണുങ്ങളെ എന്ന് ഞാൻ കുറ്റം പറയൂല. കാരണം ഓളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. വളർത്തു ദോഷം, അതന്നെ വളർത്തു ദോഷം. ഇതെങ്ങനെ? പ്രേമവും പ്രണയൊക്കെ ഒരു ദിവസം കൊണ്ടൊന്നും ഉണ്ടാകുന്നതല്ലല്ലോ. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, 3 കാര്യം പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞു, മാറ്റിവെക്കല്ലേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. 3 കാര്യങ്ങൾ ചെയ്യണമെന്ന് തോന്നിയ അപ്പം ചെയ്തോണം, പിന്നത്തേക്കൊന്നും മാറ്റിവെക്കല്ലേ. 1, നിസ്കരിക്കണമെന്ന് തോന്നിയ അപ്പം നിസ്കരിച്ചോണം.
നിസ്കരിക്കണമെന്ന് തോന്നി അപ്പോഴും നിസ്കരിക്കണം. പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞു മാറ്റിവെച്ചാ നടക്കില്ലെന്ന് നബിയിന റസൂലുള്ളാഹി. സുബഹിക്ക് വാങ്ക വിളിച്ചു. വാപ്പ പറഞ്ഞു അമ്മനെ പള്ളിയിൽ പോകാം. ഉമ്മച്ചി വിളിച്ചു, ഉമ്മ ഈ അരമണിക്കൂറുണ്ട് ഉമ്മ ഇക്കാമത്ത് കൊടുക്കാൻ, ഒരു 10 മിനിറ്റ് കൂടെ. എന്നാ ചുരുണ്ടൊന്ന് കടങ്ങും. 7 മണിയാവും എഴുന്നേക്കുമ്പത്തേ കഴിഞ്ഞു. നിസ്കരിക്കണമെന്ന് തോന്നി അപ്പം നിസ്കരിക്കണം. 2, വീട്ടിൽ ആരെങ്കിലും മരിച്ചു, കാണിക്കേണ്ടവരെ കാണിക്കണം, പെട്ടെന്ന് കൊണ്ടുപോയി കബറടക്കിയേക്കണം. അവൻ വരട്ടെ, ഗൾഫിൽ കിടക്കുന്നവൻ വരട്ടെ, ദുബൈ കിടക്കുന്നവൻ വരട്ടെ, ഇങ്ങനെ വെച്ചോണ്ടിരുന്ന അവിടെ ഇരിക്കും. കണ്ടിട്ടില്ലേ? ഒരാളും കൂടെ പുതിയല്ലേ, ഒരാളും കൂടെ ഇങ്ങനെ ഇരിക്കും. വീട്ടിൽ ആരെങ്കിലും മരിച്ച കാണിക്കേണ്ടവരെ കാണിക്കണം, പെട്ടെന്ന് കൊണ്ട് കബറടക്കണം. 3 വാപ്പമാര് കേട്ടോ. എന്റെ ശബ്ദം കേൾക്കുന്ന പെമ്മക്കളുള്ള ആ മക്കളുള്ള ഓരോ വാപ്പയും കേട്ടോ. 3, നിന്റെ മക്കൾക്ക് പെണ്ണ് കെട്ടിയാ കൊള്ളാമെന്നുള്ള ആഗ്രഹം തോന്നി തുടങ്ങിയ കെട്ടിച്ചു വിടണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ചെറുപ്പക്കാര് പറയൂ, ഉസ്താദ് ഈ ഹദീസിന്റെ വാപ്പായിക്കെന്ന് പറഞ്ഞുകൂടെ? അള്ളാഹുവേ, മക്കള് പ്രായമായി, കെട്ടിച്ചു വിടൂല. എടാ 18 കെട്ടിക്കണമെന്ന് ഞാൻ പറയണില്ല. 10, 22, 23 ആയി, 25 അള്ളാഹുവേ, നാട്ടുകാർ വന്നിട്ട് പറയണു, പാപ്പാ മോൻ ബസ് സ്റ്റോപ്പിലും സ്കൂളിന്റെ മുന്നിലൊക്കെ നിൽക്കുന്ന കണ്ടു തുടങ്ങി. അവന് പക്വത എത്തിയില്ല. വല്ലവന്റെ പെണ്ണുമ്പിള്ളയുടെ